ഹായ് വ്യൂവേഴ്സ്, പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് മത്തി അല്ലെങ്കിൽ ചാള കിട്ടിയിട്ടുണ്ട്. നമുക്കതിനെ കുറച്ച് അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം അതിനെ വൃത്തിയായിട്ട് കഴുകി ചെറിയ പീസസ് ആക്കി വെക്കണം. എന്നിട്ട് നമുക്ക് അതിനകത്തുള്ള മസാല ചേർത്ത് വെക്കണം. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് കടുക് വറുക്കാൻ ആവശ്യമായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, പിന്നെ ഒരു ചെറിയ പീസ് കായം അതെല്ലാം കൂടെ നമുക്ക് ഇടിച്ചെടുക്കണം. ഇടിച്ചെടുത്തത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് എണ്ണ ചൂടാക്കി മീൻ കുറേശ്ശെയായിട്ട് വറുത്തെടുക്കണം. കുറച്ച് എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ എണ്ണയ്ക്കകത്ത് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ മീൻ വറുത്തെടുത്തത്. അത്യാവശ്യം നല്ല മുരിഞ്ഞ് കിട്ടണം. മുരിഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് വറുത്ത് മാറ്റി വെക്കാം. ആ വറക്കുന്ന എണ്ണയിൽ തന്നെയാണ് ഞാൻ അച്ചാറും തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് എണ്ണ മാത്രം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 പ്രാവശ്യമായിട്ട് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ആ എണ്ണയ്ക്കകത്ത് തന്നെ കടുക് പൊട്ടിച്ച് പിന്നെ ഈ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് അതെല്ലാം കൂടെ ചതച്ച് വെച്ചേക്കുന്നത് ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം കുറച്ച് വിനാഗിരിയും വെള്ളം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് സൈഡിലോട്ട് വെച്ചേക്കണം. പിന്നെ നമുക്കിത് മിക്സ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടണം. എരിവിന് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരുന്ന വിനാഗിരിയും വെള്ളം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നല്ലോണം മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഈ വെള്ളം തിളയ്ക്കുന്നതനുസരിച്ച് നമ്മൾ ഇട്ട കായമൊക്കെ നല്ലോണം മെൽറ്റ് ചെയ്ത് വരും. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്നുകൂടെ ഇളക്കി തിളപ്പിച്ച് ഒന്ന് കുറുകി വരും. അത് ഇച്ചിരി ഒന്ന് തിക്കാവും. അപ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ നല്ലോണം ഇട്ട് ഇളക്കിയെടുക്കാം. പിന്നെ മീൻ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മത്തി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ അച്ചാറും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.